അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ആർത്തവ കുളി സംബന്ധിച്ച ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. അത് അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് നിങ്ങൾ കുളിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യം പറയാം. പെട്ടെന്ന് നമ്മൾ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളം കയറാത്ത അല്ലെങ്കിൽ വെള്ളം ചേരാത്ത നഖങ്ങളുടെ അടിഭാഗം, തിങ്ങിയ താടി ആണ്. പുരുഷന്മാരാണെങ്കിൽ തിങ്ങിയ താടി, അതുപോലെ ശരീരത്തിലെ വിള്ളലുകളോ അല്ലെങ്കിൽ ചുളിഞ്ഞ സ്ഥലങ്ങളോ അങ്ങനെയുള്ള മടമ്പ് കാല്, ഇവയെല്ലാം സൂക്ഷിച്ച് കഴുകാൻ ശ്രദ്ധിക്കണം. വെള്ളം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുക എന്നുള്ള ഒരേ ഒരു നിർബന്ധം ആണ് നമ്മുടെ കുളിയിലുള്ള രണ്ട് ഫർലാക്കപ്പെട്ട കാര്യമാണ് നിയ്യത്തും ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, പെട്ടെന്ന് വെള്ളം ചേരാത്ത സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിച്ച് തന്നെ കഴുകണം. അതുപോലെ മോതിരത്തിൻ്റെ അടിഭാഗം, വലിയ മോതിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്കൊന്നും പെട്ടെന്ന് വെള്ളം ചേരില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ പുരുഷന്മാരുടെ കാര്യത്തിൽ ചേലാകർമ്മം ചെയ്യാത്തവരുടെ മുറിച്ചു മാറ്റപ്പെടുന്ന തൊലിയുടെ ആ ഒരു ഉൾഭാഗം, അതുപോലെ തന്നെ സ്ത്രീ നമ്മൾ മൂത്രവിസർജന വേളയിലൊക്കെ യോനിയിൽ നിന്നും വെളിവാകുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കഴുകുക. പൊക്കിള്, പീളക്കുഴി, അതുപോലെ ചെവിയുടെ ചുരുളുകളൊക്കെ ഒന്ന് രണ്ട് കൈ കൊണ്ടും കഴുകുക. അതുപോലെ കാതുകുത്തിയ ദ്വാരങ്ങൾ ഒന്ന് കമ്മലൊക്കെ ഒന്ന് നീക്കി കഴുകൽ നിർബന്ധമായ കാര്യമാണ്. അത് നമ്മുടെ കുളിയുടെ ഫർളുകളിൽ പെട്ടതാണ്. അവിടേക്കൊന്നും വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ കുളി ശരിയാവില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് പറയുന്നത്, നിങ്ങൾ തംബ്ലൈനിൽ കണ്ട പോലെ ആർത്തവ അതുപോലെ പ്രസവ കുളിക്കൊക്കെ ശേഷം നമ്മൾ സ്ത്രീകളായാലും ചെയ്യേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഒഴിവാക്കൽ കറാഹത്താണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സുന്നത്ത് കൂടി നമുക്ക് ലഭിക്കും. അതെന്താണെന്ന് വെച്ചാൽ സുഗന്ധദ്രവ്യം, നമ്മൾ ഇപ്പോഴത്തെ ആസിഡുകളൊന്നും ചേർക്കാത്ത സുഗന്ധദ്രവ്യങ്ങൾ പഞ്ഞിയിലോ മറ്റോ പുരട്ടി യോനി ഭാഗത്ത്, നമ്മുടെ ഗുഹ്യ സ്ഥാനത്ത് അവിടെ പുരട്ടൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണെങ്കിൽ കൂടി ആർത്തവ പ്രസവ കുളികൾ കഴിഞ്ഞ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.